നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. യെസ്, കിളി പറത്തിയ ചോദ്യങ്ങൾ. ഇന്നലെ നടന്ന വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷയെ പറ്റി ഒറ്റ നോട്ടത്തിൽ പറയണമെങ്കിൽ കിളി പറത്തിയ ചോദ്യം എന്ന് പറയാനായിട്ട് കഴിയും. കാരണം അവിടെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അടക്കം വന്നത് നിലം തൊടാതെ എയറിൽ നിൽക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. അതൊരു സാധാരണ ഉദ്യോഗാർത്ഥി ആ പരീക്ഷാ ഹാളിൽ ഇരുന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചലഞ്ചിങ് ആണ്. ഞാൻ അന്നും ഇന്നും പറയുന്നു, റാങ്ക് മേക്കിംഗ് ചോദ്യമാണോ? എക്സ്പോണൻസ് ഉറപ്പിച്ചോ. അതിൽ നിന്ന് ചോദ്യം ചോദിച്ചില്ലേ? കിളി പറത്തിയ ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? സമാന്തര ശ്രേണി എവിടെന്ന് വന്നടാ, എങ്ങനെ വന്നടാ, അതുപോലെ എളുപ്പമെന്ന് തോന്നിക്കുന്ന ട്വിസ്റ്റ് ഉള്ള ചോദ്യങ്ങൾ എല്ലാം നമുക്ക് വിശകലനം ചെയ്ത് കൃത്യമായിട്ട് നോക്കാം. കാരണം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കും ഇതേ പാറ്റേൺ, ഇതേ ടേസ്റ്റ് നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ശരാശരി എല്ലാ കൊല്ലവും ഈസി ആയിട്ട് ചോദിക്കുമെന്ന് വിചാരിച്ച് ഈ കൊല്ലവും ഈസി ആകുമെന്ന് വിചാരിച്ചവർക്ക് ആദ്യത്തെ അടി കേരള PSC അവിടെ കൊടുക്കുന്നു. പക്ഷേ ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരാൾക്ക് ഇതൊരു അടിയല്ല. ഓക്കെ, ദാ നോക്കുക. ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് 2ഉം 3ഉം പരീക്ഷയിൽ ആമി നേടിയത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണ്? അപ്പൊ ഏറ്റവും കുറഞ്ഞത് 75 നിന്നാണ് തുടങ്ങുന്നത് എന്ന് ചിന്തിക്കുക. 75 ശരാശരി 75ഓ അതിൽ കൂടുതലോ കിട്ടണമെങ്കിൽ ആദ്യത്തെ പരീക്ഷയ്ക്ക് മേടിക്കേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എത്രയാണ് എന്നുള്ളത് നോക്കി കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ വേറെ ഒന്നുമില്ല. ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എത്ര പരീക്ഷകൾ നടത്തിയടാ? എത്ര പരീക്ഷകൾ നടത്തി? 1, 2, 3 പരീക്ഷകൾ നടത്തുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അറിയാം 3 എണ്ണം പരീക്ഷകൾ. 3 പരീക്ഷകൾ നടത്തിയപ്പോൾ അവിടെ കുറഞ്ഞത് എത്രയാണ് ശരാശരി ലഭിക്കുന്നത്? 75 ആണ്. നമുക്ക് ആ കുറഞ്ഞത് വെച്ച് തന്നെ സംസാരിക്കാം, അല്ലാതെ ഇവിടെ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഓക്കെ ആണല്ലോ. അപ്പൊ ശരാശരിയെ 75 എന്ന് എടുക്കുന്നു. 3 പരീക്ഷകളുടെ ശരാശരി 75 ആണ്. അപ്പൊ അവയുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? തുക എന്ന് പറയുന്നത് 3 ഗുണം 75 ആയിട്ടുള്ള 225 എന്നതായിരിക്കും. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? 225 എന്നതായിരിക്കും ആ തുക എന്ന് പറയുന്നത്. ആ തുക എന്ന് പറയുന്നതാണ് ഈ 3 പരീക്ഷകളുടെ, അല്ലെ, ഈ 3 എണ്ണത്തിന്റെ തുകയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ആ പരീക്ഷകളെ സംബന്ധിച്ച് ആദ്യ പരീക്ഷയുടെ മാർക്ക് X എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ പരീക്ഷയുടെ മാർക്ക് എത്രയാണ്? ആദ്യത്തേക്കാൾ 10 കൂടുതൽ. ആദ്യത്തെ X ആണെങ്കിൽ രണ്ടാമത്തത് എന്ന് പറയുന്നത് X+10 ആയിരിക്കും. ഇനി ആദ്യത്തെ X ആണെങ്കിൽ മൂന്നാമത്തെ പരീക്ഷ ആദ്യത്തെ പരീക്ഷയേക്കാൾ എത്ര കൂടുതലാണ്? 11 കൂടുതലാണ്. അപ്പൊ X+11. അപ്പൊ 3 പരീക്ഷയുടെ മാർക്ക് കിട്ടി. അതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ഈ പറയുന്ന 225 എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്ക് എക്സും കൂടെ കൂട്ടുമ്പോൾ 3x എന്ന് വരും. 10ഉം 11 കൂട്ടുമ്പോൾ 21 എന്ന് വരും. 21 എന്നുള്ളത് 225. ഇത് 3x + 21 എന്നുള്ളത് 225. ഈ 21നെ ഇപ്പുറ കൊണ്ടുപോയാൽ 3x എന്നത് എന്താവൂടാ? 225ൽ 21 പോയി കഴിഞ്ഞാൽ 204 എന്ന് വരും. ശരിയല്ലേ? 204 എന്ന് നമുക്ക് വരും. ഇനി 204 എക്സിന്റെ വില 3x 204 ആണെങ്കിൽ 3x എന്നത് 204 ആണെങ്കിൽ x എന്നത് എത്രയായിരിക്കും? 204നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര വരും? 6 തവണ 18 ശിഷ്ടം 2 24 6 8 24. അതായത് ഓപ്ഷൻ ബി 68 എന്നതായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. ക്ലിയർ ആണല്ലോ? ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന രീതി. അതായത് തുക കണ്ടുപിടിച്ചു, എന്നിട്ട് ആ തുകയെല്ലാം കൂടെ കൂട്ടി അതിനെ വെച്ചിട്ട് നമുക്ക് പറയുന്ന സാധനം. അതായത് ഏറ്റവും കുറഞ്ഞ മാർക്ക് 68ഓ അതിൽ കൂടുതലോ ആയിരിക്കണം. ശരാശരി എന്താകാൻ? 75ഓ അതിൽ കൂടുതലാകാൻ. അത്രയേ ഉള്ളൂ. ഈ കുറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. 75, 68 അങ്ങനെ എടുത്ത് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആൻസർ കിട്ടിക്കോളും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റാണ്. മനോഹരമായിട്ട് മനസ്സിലായി. ഒരിക്കൽ കൂടി വേണമെങ്കിൽ പറയുന്നു, ആ 3 പരീക്ഷകളുടെ എണ്ണം 3 ആണ്. ആ 3 എണ്ണത്തിന്റെയും ശരാശരി 75 ആണ്. അപ്പൊ ആ 3 പരീക്ഷകളുടെ മാർക്കിന്റെ തുക എന്ന് പറയുന്നത് 3 ഗുണം 75 ആയിട്ടുള്ള 225 ആണ്. അപ്പൊ ഇവിടെ പരീക്ഷകൾ നോക്കുക. ആദ്യത്തെ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയോ അതിനേക്കാൾ 10 കൂടുതലാണ് രണ്ടാമത്തെ പരീക്ഷ. അപ്പൊ ആദ്യത്തെ പരീക്ഷയെ ഞാൻ X എന്ന് വിളിച്ചാൽ രണ്ടാമത്തെ പരീക്ഷയുടെ മാർക്ക് എത്രയായിരിക്കും? X+10 എന്നതായിരിക്കും. ഇനി ആദ്യത്തെ പരീക്ഷയേക്കാൾ 11 മാർക്ക് കൂടുതലാണ് മൂന്നാമത്തെ പരീക്ഷയ്ക്ക്. അപ്പൊ ആദ്യത്തെ പരീക്ഷയ്ക്ക് X ആണെങ്കിൽ മൂന്നാമത്തെ പരീക്ഷയ്ക്ക് എത്രയായിരിക്കും? X+11. ഈ 3 പരീക്ഷകളുടെയും മാർക്കിന്റെ തുക എന്ന് പറയുന്നത് 225 ആണ്. അതായത് X+10+X+11 എന്ന് പറയുന്നത് 225 ആണ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എക്സും കൂടെ കൂട്ടിയാൽ 3x
10ഉം 11 കൂട്ടിയാൽ 21. 3x പ്ലസ് 21 എന്നത് 225 ആകുന്നു. ഈ 21നെ ഇപ്പുറേക്ക് എടുക്കുമ്പോൾ 225ൽ നിന്നും 21 കുറയ്ക്കണം. ശരിയല്ലേ? പ്ലസ് ആയിരുന്നത് അപ്പുറം പോകുമ്പോൾ കുറയ്ക്കണം. അപ്പൊ 3x എന്നത് 204 എന്നാകുന്നു. 3x എന്നത് 204 ആകുന്നു. 3x 204 ആണെങ്കിൽ x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 204/3 ആയിട്ടുള്ള 68 എന്നതായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു ചെല്ലാം. ദാ നോക്കിക്കേ, ഒരു ചതുരത്തിന്റെ വിസ്തീർണം 100 സെന്റിമീറ്റർ ആണ്. വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് കേട്ടോ. ഒരു ചതുരത്തിന്റെ വിസ്തീർണം എത്ര എന്ന് പറഞ്ഞിരിക്കുന്നടാ? 100 അല്ലെ? 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. അതിന്റെ ഡയഗണൽ എന്നാണ് ഇനി അടുത്ത പറയുന്നത്. ഡയഗണൽ വരച്ചിരിക്കുന്ന വൃത്തത്തിന്റെ വിസ്തീർണം, അതായത് ഇതിന്റെ ഡയഗണലിനെ എന്തായിട്ട് എടുക്കുന്നു? ഇതിന്റെ ഡയഗണലിനെ ആസ്പദമാക്കി വരയ്ക്കുന്ന വൃത്തം, ഇതിന്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തം എന്ന് പറയുമ്പോൾ ആ വൃത്തം ദാ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, യെസ്, ഇങ്ങനെ വരും. ഇതാണ് ആ വൃത്തം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഈ വൃത്തത്തിന്റെ വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് πr² ആണ്. r എന്നത് റേഡിയസ് ആകുന്നു. എടാ, ഇത് എന്ന് പറയുന്നത് എത്രയാണെന്ന് ആദ്യം അറിയണം. ശരിയല്ലേ? ഈ ലെങ്ത് അറിയാൻ വേണ്ടി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ വിസ്തീർണം, അതായത് ഈ പറയുന്ന ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആണ്. ഒരു വശം 10 ആയിട്ടുള്ള ഒരു ചതുരത്തിന്റെ ഒരു വശം 10 ആണെങ്കിൽ അതിന്റെ വികർണം അഥവാ ഡയഗണൽ എന്ന് പറയുന്നത് ആ സൈഡിന്റെ കൂടെ √2 ഗുണിച്ചാൽ മതി. അതായത് 10√2. അപ്പൊ നമ്മുടെ ഈ വൃത്തത്തിന്റെ റേഡിയസ് അല്ല, വ്യാസം. ഇവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോയത്. ഇത് എന്താണടാ? ഇത് ഈ വൃത്തത്തിന്റെ ഡയമീറ്റർ ആകുന്നു, അഥവാ വ്യാസമാകുന്നു. വൃത്തത്തിന്റെ വ്യാസം എന്നത് 10√2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കും. 10√2ന്റെ പകുതി എന്ന് പറയുമ്പോൾ 10ഉം 2ഉം വെട്ടിപ്പോയിട്ട് 5 എന്ന് വരും. 5√2 എന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. അതായത് ആ വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് πr², അതായത് π × 5√2 ഹോൾ സ്ക്വയർ എന്ന് വരും. അതായത് π × 5ന്റെ സ്ക്വയർ 25, √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ടും സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആയി പോകും. 2 എന്ന് വരും. 2 ഗുണം 25 ഗുണം 2 50 ആണ്. 50 π എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ? 50 π സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണ്? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യമാണ്. നമുക്ക് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ചതുരം നമുക്കുണ്ട്. ഇതിന്റെ വശങ്ങളെല്ലാം a ആണ് എങ്കിൽ ഇതിൻ്റെ വികരണം എന്ന് പറയുന്ന സാധനം, വികരണം എന്ന് പറഞ്ഞാൽ ഡയഗണൽ, അതിന്റെ നീളം എന്ന് പറയുന്നത് a√2 എന്നതായിരിക്കും. ഇത് നമ്മൾ ജ്യാമിതിയിൽ കൃത്യമായി പഠിക്കുന്നതാണ്. ആ വികരണം വ്യാസമായി വരുന്ന വൃത്തത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? വിസ്തീർണം കണ്ടുപിടിക്കണം. അതെന്ത് കണ്ടുപിടിച്ചാൽ മതി? റേഡിയസ് എന്ന് പറയുന്നത് അതിന്റെ നേരെ പകുതി എടുക്കുക, 5√2. ഓക്കെ ആണല്ലോ? അതിന്റെ സ്ക്വയർ 5√2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 5ന്റെ സ്ക്വയർ × √2ന്റെ സ്ക്വയർ 25 ഗുണം 2 50 വരും. അത് × π എന്നതായിരിക്കും വിസ്തീർണം. ഓക്കെ ആണല്ലോ? ആ വൃത്തത്തിന്റെ വിസ്തീർണം നമുക്ക് അവിടെ കിട്ടി. പലർക്കും ഇവിടെ പറ്റിപ്പോയത് ഈ 10√2ന്റെ സ്ക്വയർ എടുക്കും, അത് ഓപ്ഷനിൽ കാണില്ല. ഇവയൊന്നുമല്ല എന്ന് അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് ചിലവർ കറപ്പിച്ചുണ്ടാകും. ഒരാളെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് എല്ലാവരെയും കുഴപ്പിച്ചൊരു ചോദ്യമാണ്. എടാ, ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. കൃത്യമായിട്ട് നോക്കിക്കോ. 15.625ന്റെ ക്യൂബ് റൂട്ട് ആണ് കാണേണ്ടത്. ക്യൂബ് കാണുന്നതിന്റെ നമുക്കറിയാം, ക്യൂബ് റൂട്ട് കാണാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ക്യൂബ് എന്നാണ് പറഞ്ഞല്ലേ, ക്യൂബ് റൂട്ട് കാണാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ നിങ്ങൾ സമാധാനത്തോടു കൂടി എങ്ങനെ കാണുക? 15.625
1 കഴിഞ്ഞ് ഇവിടെ പോയിന്റ് എത്ര സ്ഥാനം, അത്രയും സ്ഥാനം ഇവിടെ 1 കഴിഞ്ഞിട്ട് 0 ഇട്ട് കൊടുക്കണം. ഓക്കെ ആണല്ലോ? 3 0. ഇതിന്റെ ക്യൂബ് റൂട്ടാണ് നമുക്ക് കാണേണ്ടത്. ഇതിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ഇതിന്റെ ക്യൂബ് റൂട്ടിന് തുല്യമാണ്. ഓക്കെ ആണല്ലോ? ഇത് നോക്കുക, 1000 എന്ന് പറഞ്ഞാൽ 10ന്റെ ക്യൂബാണ്. ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. ക്യൂബ് റൂട്ട് ഓഫ് 15625 ബൈ ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്ന് എഴുതാം. 1000ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 10 ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ? 10ന്റെ ക്യൂബാണ് 1000. ഇനി നമ്മുടെ പ്രശ്നം 1,15,625ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? അത് കാണാനുള്ള ടെക്നിക്ക് പിടിച്ചു. ആദ്യം ആ സംഖ്യ 15,625. ഓക്കെ ആണല്ലോ? ഇതിന്റെ അവസാന ഡിജിറ്റ് മാത്രം നിങ്ങൾ നോക്കുക. അവസാന ഡിജിറ്റ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ സ്റ്റെപ്പ് ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 5 ആണ്. ഏത് സംഖ്യയുടെ ക്യൂബ് എടുക്കുമ്പോഴാണ് അവസാനം 1 മുതൽ, നിങ്ങൾ നോക്കുക, 1 മുതൽ 9 വരെയുള്ള ഏത് സംഖ്യകളുടെ ക്യൂബ് എടുക്കുമ്പോഴാണ് അതിന്റെ അവസാന അക്കം 5 വരുന്നത്? 5ന്റെ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? 5ന്റെ ക്യൂബ് 125. നോക്കുക, 5ന്റെ ക്യൂബ് എന്നത് 125 ആണ്. ഈ സംഖ്യ മാത്രമേ ഉള്ളൂ അവസാനം ക്യൂബ് എടുക്കുമ്പോൾ അവസാനം 5 വരുന്ന ഒരേ ഒരു സംഖ്യയുള്ളൂ 5ന്റെ ക്യൂബ്. അപ്പൊ ഏത് സംഖ്യയുടെയാണോ ക്യൂബ് ആ സംഖ്യ എഴുതുക. അതായത് ഈ 5നെ ഇവിടെ എഴുതുന്നു. ഈ 5 ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അവസാനമുള്ള 3 അക്കം അങ്ങ് മറന്നു കളയുക. അവസാനമുള്ള 3 അക്കം മാറ്റിയിട്ട് മിച്ചമുള്ള ബാക്കി 2 അക്കം എടുക്കുക. 15. ഓക്കെ ആണല്ലോ? ഈ 15ന് തൊട്ട് മുമ്പുള്ള ഏറ്റവും വലിയ ക്യൂബ് ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലിയ ക്യൂബ് 15ന് തൊട്ട് മുമ്പുള്ള ഏറ്റവും വലിയ ക്യൂബ് ഏതാണടാ? 8 ആണ് അല്ലെ? അത് ആരുടെ ക്യൂബാണ്? 2ന്റെ ക്യൂബാണ് അല്ലെ? 15ന് മുമ്പുള്ള ഏറ്റവും വലിയ ക്യൂബ് നോക്കുക. ആരാണ്? 8 ആണ്. 8 ആരുടെ ക്യൂബാണ്? 2. അപ്പൊ ഈ 2 ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ? ഈ 2 ഇവിടെ ഇട്ട് കൊടുക്കുക. അതായത് 15,625ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് ആരാണടാ? 25 ആയിരിക്കും. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് വെട്ടിക്കളഞ്ഞാൽ മതി. 5 വെച്ച് വെട്ടിക്കളയുമ്പോൾ 5/2 എന്ന് വരും. ഓപ്ഷൻ ഡി എന്നതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ചെയ്തതെന്ന് ഒരിക്കൽ കൂടി. 15,625ന്റെ ക്യൂബ് റൂട്ട് കാണാൻ വേണ്ടി ഈ അവസാന സംഖ്യ നോക്കുക, 5 ആണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എടുക്കുമ്പോൾ ഏത് സംഖ്യയുടെ ക്യൂബ് എടുക്കുമ്പോഴാണ് അവസാനം 5 വരുന്നതെന്ന് മാത്രം നോക്കുക. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ക്യൂബിന്റെ അകത്ത് ഏത് സംഖ്യയുടെ ക്യൂബാണ് 5ൽ അവസാനിക്കുന്നത് എന്ന് മാത്രം നോക്കുക. ഏതിന്റെയാണ്? ഒരേ ഒരാൾ 5. 5ന്റെ ക്യൂബ് 125. അത് മാത്രമേ 5ൽ അവസാനിക്കുന്നുള്ളൂ. അപ്പം ഈ 5 നമ്മുടെ ഉത്തരത്തിന്റെ ഏത് വരും? അവസാനമായിട്ട് വരും. ഓക്കെ ആണല്ലോ? അതായത് നമ്മുടെ ഉത്തരത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് യൂണിറ്റ് ഡിജിറ്റിന്റെ പ്ലേസിൽ 5 വരും. ഇനി ചെയ്യേണ്ട കാര്യം, ബാക്കിയുള്ള 625നെ അവസാന 3 ഡിജിറ്റിനെ അങ്ങ് മറക്കുക. ബാക്കിയുള്ള 15 മാത്രം നിങ്ങൾ എടുക്കുക. ബാക്കിയുള്ള 15 മാത്രം എടുക്കുന്നു. ഈ 15ന് തൊട്ട് മുമ്പുള്ള ക്യൂബ് ഏതാണ്? ഏറ്റവും വലിയ ക്യൂബ് ഏതാണെന്ന് നോക്കുക. 15ന് തൊട്ട് മുമ്പുള്ള ഏറ്റവും വലിയ ക്യൂബ് എന്ന് പറയുമ്പോൾ ഒരേ ഒരാള്, അത് ആരാണ്? 8. 8 എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയുടെ ക്യൂബാണ്? 2. ആ 2 ഈ 5ന് തൊട്ട് മുമ്പ് എഴുതുക. പരിപാടി കഴിഞ്ഞു. 25. അങ്ങനെ 25/10 എന്ന് വരും. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5/2 എന്ന് വരും. ക്ലിയർ ആണ്? സെറ്റ് ആണ്? മനോഹരമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കിക്കേ, ഈ തവണത്തെ, അതായത് നാളിതുവരെയുള്ള എക്സ്പോണൻസിലെ ചോദ്യം എടുത്താൽ ഏറ്റവും അടിപൊളി ചോദ്യമെന്നും അതുപോലെ ഏറ്റവും ഡിഫിക്കൽട്ട് ചോദ്യമെന്നും പറയാവുന്ന ഒരു ചോദ്യം. കാരണം കൃത്യംഗങ്ങൾ എന്ന നിയമത്തിന്റെ കൂടെ ആൾജിബ്രിക് ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ സർവസമവാക്യങ്ങൾ എന്ന് പറയുന്ന ആശയവും കൂടെ ചേർത്തിണക്കിക്കൊണ്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ നമ്മുടെ മാരത്തോണിലും പറഞ്ഞില്ലേടാ, a⁴m n, പവറിന്റെ പവർ ഗുണിക്കണം, പവറിന്റെ പവർ ഗുണിക്കണം. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് x⁻m (6) എന്നുള്ളതാണ്. ആദ്യം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് x⁻m × n × r എന്നാണ്. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടെ എടുത്ത് ഗുണിക്കുന്നു. അതായത് ഇത് രണ്ടും കൂടെ എടുക്കുന്നു.
1/a-1 ഇൻറ്റു a/a+1. ഓക്കെ ആണല്ലോ. രണ്ട് ഭിന്നസംഖ്യകളെ ഗുണിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അതിന്റെ അംശങ്ങളും അതിന്റെ ഛേദങ്ങളും തമ്മിൽ ഗുണിച്ചാൽ മതി. 1 ഇൻറ്റു a 1 a-1 ഇൻറ്റു a+1 എന്ന് പറയുമ്പോൾ നമ്മുടെ സർവ്വസമവാക്യം a+b ഇൻറ്റു a-b സമം a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറയുന്ന സമവാക്യം വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ശരിയല്ലേ? ഇതെന്ന് പറയുന്നത് എത്രയാണ്? a സ്ക്വയർ മൈനസ് b സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് വരും? a സ്ക്വയർ -1 എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ബാക്കി ഇതാ ഇതിന് രണ്ടിനും പകരം ഇപ്പൊ x ഇൻറ്റു a-a⁻1 ഓൾ റേസ് ടു എന്തെന്ന് എഴുതാം? a/a² എന്ന് എഴുതാം. ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ദാ ഇവനാണല്ലേ, a-a⁻1. ഒരു സംഖ്യ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആ സംഖ്യയാണ്. a-1 എന്ന് എഴുതാം. ഇതിനെ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ a സ്ക്വയർ -1 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണോടാ? അങ്ങനെയെങ്കിൽ ദാ നോക്കുക, ഇതിനെ x റേസ് ടു a സ്ക്വയർ -1 ഓൾ റേസ് ടു a/a² എന്ന് വരും. അതായത് x റേസ് ടു a സ്ക്വയർ -1 ഇൻറ്റു a/a²-1. ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. ഗുണിക്കുമ്പോൾ എന്ത് വരും? ദാ എയും വെട്ടിപ്പോകും, a² -1ഉം a² വെട്ടിപ്പോകും. ബാക്കിയുള്ളത് ഇവിടെ എല്ലാം 1 ആകും കേട്ടോ. അതായത് x⁻1 എന്ന് വരും. ഉത്തരം x എന്നായി മാറും. ഓക്കെ ആണല്ലോ. ഇവിടെ വിശദമായിട്ട് നോക്കുക. ആദ്യം ഞാൻ എന്താ ചെയ്തത് നോക്കിക്കേ. ആദ്യം ഞാൻ ചെയ്ത കാര്യം എന്ന് പറയും ഇത്രയേ ഉള്ളൂ. ദാ ഈ 1/aയും a/a+1 കൂടെ ഗുണിക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടും a/a²-1. ഇനി a-a⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a-1/a ആണ്. എയും കൂടെ ഗുണിക്കുന്നു, a² -1 എന്ന് അതിനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിന് പകരം ഞാൻ എന്തെഴുതി? a² -1 എന്ന് എഴുതി. ഈ രണ്ടെണ്ണത്തിനും പകരം ഞാൻ എന്തെന്ന് എഴുതി? a/a² എന്ന് എഴുതി. ഇപ്പോൾ ഇത് ഏത് രൂപത്തിലാണ്? a⁻m ഹോൾ റേസ് ടു n, അതായത് a⁻m ഇൻറ്റു n. അപ്പൊ എന്ത് വരും? a² -1 ഇൻറ്റു a/a²-1. a² -1ഉം a² വെട്ടിപ്പോകും, എയും വെട്ടിപ്പോകും. പോയിട്ട് എന്തേ ഉള്ളൂ? x⁻1, അതായത് x എന്നേ ഉള്ളൂ. ക്ലിയർ ആണ്, സെറ്റാണ്, മനോഹരമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി. ഓക്കെ ആണല്ലോ. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതായിരുന്നു ഈ പ്രാവശ്യത്തെ ഏറ്റവും ഡിഫിക്കൽട്ട് ചോദ്യം എന്ന് പറയുന്നത്. കാരണം സമാന്തര ശ്രേണിയെ അങ്ങേ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചോദ്യം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊരു ഷോർട്ട് കട്ടും ഉണ്ട്, അല്ലാത്ത മാർഗവും ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് അത്രമേൽ നമ്മൾ ഓരോന്നിനും ഓരോ രീതിയിൽ ഓർത്ത് വെക്കണമെന്ന് വരില്ല, അല്ലെ? അപ്പൊ അത് നമുക്ക് സഹായിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് സഹായിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വാസ്തുശില്പ ഘടന നൽകിയിരിക്കുന്ന ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 0.5 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ, 1.5 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ ആരമുള്ള എയിൽ നിന്ന് ആരംഭിച്ച് എയിലും ബിയിലും മാറി മാറി കേന്ദ്രങ്ങളുള്ള തുടർച്ചയായ അർദ്ധവൃത്തങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്യണം. ഈ പറയുന്ന സംഖ്യകളും ഈ പറയുന്ന അർദ്ധവൃത്തങ്ങളും 13 അർദ്ധവൃത്തങ്ങൾ ചേർന്ന അത്തരം ഒരു വാസ്തുശില്പ ഘടനയുടെ ആകെ നീളം, അതായത് ഈ വട്ടങ്ങൾ ഇങ്ങനെ പോയി 13 എണ്ണം ആവുമ്പോൾ ആകെ നീളമാണ് ആ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അർദ്ധവൃത്തം, ഒരു സർക്കിളിന്റെ എന്താണ് ഇത്? ചുറ്റളവല്ലേ? ഒരു സർക്കിളിന്റെ ചുറ്റളവ്, അതായത് സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു അർദ്ധവൃത്തത്തിന്റെ എത്രയായിരിക്കും എന്ന്? അർദ്ധവൃത്തത്തിന് ഇപ്പൊ ഞാൻ c' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പറയുന്നു കേട്ടോ. അർദ്ധവൃത്തം എന്ന് പറയുമ്പോൾ അതിന്റെ നേർപകുതി πr ആയിരിക്കും. ഒരു പൂർണ്ണവൃത്തത്തിന്റെ പരിധി അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണെങ്കിൽ ഒരു അർദ്ധവൃത്തം പകുതി വൃത്തത്തിന്റെ എത്രയായിരിക്കും? അതിന്റെ നേർപകുതിയായ πr ആയിരിക്കും. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതവിടെ വെച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ തന്നിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 0.5, 1, 1.5,
2 അങ്ങനെ പോകുന്ന ആരമുള്ള വൃത്തങ്ങളാണ്. ശരിയല്ലേ? ഇത് ആദ്യത്തേത് 0.5, അടുത്ത വൃത്തത്തിന്റെ 1, അടുത്ത വൃത്തത്തിന്റെ 1.5, അങ്ങനെ പോകുന്ന വൃത്തങ്ങളാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് വൃത്തങ്ങളാണെന്ന് കിട്ടി. ഇത് R1, റേഡിയസ് 1, റേഡിയസ് 2, റേഡിയസ് 3, റേഡിയസ് 4 അങ്ങനെ പോകുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഈ പറയുന്ന 0.5 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിന്റെ അർദ്ധവൃത്ത പരിധി, 0.5 സെന്റിമീറ്റർ ആരമുള്ള അർദ്ധവൃത്തത്തിന്റെ പരിധി അഥവാ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈ ഇൻറ്റു 0.5 ആയിരിക്കും. പൈ ഇൻറ്റു 0.5. ഓക്കെ ആണല്ലോ? അതായത് പൈ ഇൻറ്റു 0.5. അതായത് ആദ്യത്തെ വൃത്തം L1 എന്ന് പറയുന്ന ആ സാധനത്തിന്റെ പരിധി, ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? പൈ ഇൻറ്റു ആർ ആണ്. 0.5 ഇൻറ്റു പൈ എന്ന് വരും. ഓക്കെ ആണല്ലോ? പൈ ഇൻറ്റു 0.5 ഇൻറ്റു പൈ. അടുത്തത് എന്ത് വരും? 1 ഇൻറ്റു പൈ. അടുത്തത് എന്ത് വരും? 1.5 ഇൻറ്റു പൈ. അടുത്തത് എന്ത് വരും? 2 ഇൻറ്റു പൈ. അങ്ങനെ പോകും. ഇങ്ങനെ 13 എണ്ണം ഈ അർദ്ധവൃത്തങ്ങൾ, ഇങ്ങനെയുള്ള 13 അർദ്ധവൃത്തങ്ങളുടെ ആകെ നീളം ചേർത്ത് വെച്ചാലുള്ള നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അതായത് ഈ ചോദിച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുവാണെങ്കിൽ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. 0.5 പൈ പ്ലസ് 1 പൈ പ്ലസ് 1.5 പൈ പ്ലസ് 2 പൈ പ്ലസ് എക്സെട്രാ എത്ര എണ്ണം? 13 എണ്ണം. ഓക്കെ ആണല്ലോ? ഈ പൈ എല്ലാം കൂടെ ഒന്ന് വെളിയിലെടുത്തു കഴിഞ്ഞാൽ ഇത് എന്താകും? 0.5 പ്ലസ് 1 പ്ലസ് 1.5 പ്ലസ് 2 പ്ലസ് എക്സെട്രാ. ഈ അകത്ത് കിടക്കുന്നത് എന്താണ് നോക്കിക്കേ. ഒരു സമാന്തര ശ്രേണിയല്ലേ? 0.5 വെച്ച് കൂടി വരുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. അതിന്റെ ആദ്യ 13 പദങ്ങളുടെ തുകയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യ 13 പദങ്ങളുടെ തുക. അപ്പൊ നോക്കുക, എങ്ങനെ ചെയ്യാം? ആദ്യ പദം 0.5ഉം പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 1 മൈനസ് 0.5 എത്രയാണ്? 0.5. n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? 13 എണ്ണം. അപ്പൊ അവരുടെ തുക എന്ന് പറയുന്നത് S13. കാണാനുള്ള സൂത്രവാക്യം എന്താണ്? Sn കാണാനുള്ള സൂത്രവാക്യം എല്ലാവർക്കും അറിയാം. Sn എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നാണ്. അപ്പൊ എന്നിന്റെ വില 13/2 ഇൻറ്റു 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 0.5 പ്ലസ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ എത്ര വരും? 13 മൈനസ് 1 ഇൻറ്റു 0.5 അല്ലേ? ഇനി നമുക്ക് നോക്കാം. 13/2 ഇൻറ്റു 2 ഇൻറ്റു 0.5 അരയുടെ ഇരട്ടി 1 ആകും. പ്ലസ് ഇവിടെ എന്ത് വരും? 12 ഇൻറ്റു 0.5. 12 ഇൻറ്റു 5 എന്ന് പറയുന്നത് 60 ആണ്. ഒരു പോയിന്റ് മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ ഇതെന്തായി മാറും? 13/2. 13/2 ഇൻറ്റു, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, 13/2 ഇൻറ്റു ഇത് 1 പ്ലസ് 6 എന്നാകും. അതായത് 13/2 ഇൻറ്റു 7. അതവിടെ നിന്നോട്ടെ. അപ്പൊ നമുക്ക് ഈ തുക എത്രയാന്ന് കിട്ടി? ഈ തുക എല്ലാം കൂടെ ചേർത്ത് ഇതെന്ന് കിട്ടി? പൈ ഇൻറ്റു 13/2 ഇൻറ്റു 7. ഇനി എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഈ പൈയിനെ 22/7 എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടില്ലേ? 22/7 ഇൻറ്റു 13/2 ഇൻറ്റു 7 എന്ത് ചെയ്യാൻ പറ്റും? 7ഉം വെട്ടാം, 2ഉം 22ഉം വെട്ടാം. 11 ഇൻറ്റു 13. ഒരു സംഖ്യ, ഒരു രണ്ടക്ക സംഖ്യയെ 11 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ്. ആ രണ്ടക്കങ്ങളും അകത്ത് എഴുതുക. 13നെ 11 കൊണ്ട് ഗുണിക്കാൻ നിൽക്കണ്ട, 1ഉം 3ഉം അകത്ത് എഴുതുക. എന്നിട്ട് ഈ 1ഉം 3ഉം കൂടെ കൂട്ടി നടുക്കെഴുതുക. 143. അതായത് ഓപ്ഷൻ എ എന്നതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ എന്നതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇതൊന്നുമല്ലാതെ ഒറ്റയടിക്ക് ഇത് ചെയ്യാനായിട്ടൊരു മാർഗമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആശയം കൂടി ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നതെങ്കിലും നിങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് ഇവിടെ കിട്ടും. അത് എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ഇതൊരിക്കൽ കൂടി ഒന്ന് നോക്കാം. എന്താണ്? വൃത്തങ്ങളുടെ ആരം എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണിയാണല്ലോ. അപ്പൊ അതിന്റെ അർദ്ധവൃത്തങ്ങളുടെ പരിധി, നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? എല്ലാത്തിന്റെയും കൂടെ ഓരോ പൈയും കൂടെ കയറി വരും. ഓക്കെ ആണല്ലോ? 0.5 ഇൻറ്റു പൈ, 1 ഇൻറ്റു പൈ, 1.5 ഇൻറ്റു പൈ, 2 ഇൻറ്റു പൈ. ആ പൈ എല്ലാം പുറത്തെടുത്ത് കഴിഞ്ഞാൽ 0.5 പ്ലസ് 1 പ്ലസ് 1.5 പ്ലസ് എക്സെട്രാ. ഇത് ആദ്യ 13. അങ്ങനത്തെ എത്ര ഉണ്ട്? 13 എണ്ണം
അർദ്ധവൃത്തങ്ങൾ. അപ്പൊ ഇതെന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. ആദ്യ 13 പദങ്ങളുടെ തുക കാണുക, അതിനെ പൈ കൊണ്ട് ഗുണിക്കുക. ആദ്യ 13 പദങ്ങളുടെ തുക 13/2 ഇൻറ്റു 7 എന്ന് വരും. ആദ്യ പദം 0.5, പൊതുവ്യത്യാസം 0.5, എന്നിന്റെ വാല്യൂ 13 എന്നെടുത്താൽ ഈ ഇക്വേഷനിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ 13/2 ഇൻറ്റു 7 എന്ന് വരും. അതിനെ 22/7 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം 11 ഗുണം 13 ആയിട്ടുള്ള 143 എന്ന് അവിടെ കിട്ടുകയായി. ഓക്കെ ആണല്ലോ. ഇനി ഇതേ ചോദ്യത്തിന് ഒരു ഷോർട്ട് കട്ട് കൂടിയുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വെറുതെ കേട്ടാ, നോക്കിക്കോ, n ഇൻറ്റു, അതായത് ഇത്രയേ ഉള്ളൂ, n ഇൻറ്റു n+1 by 2 ഇൻറ്റു പൈ ഇൻറ്റു ഡി. ഡി എന്നത് ആരങ്ങൾ സമാന്തര ശ്രേണിയിലാണെങ്കിൽ അതിന്റെ പൊതുവ്യത്യാസം എത്രയാണ്? ഇത് സമാന്തര ശ്രേണിയാണല്ലോ. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 1 - 0.5 0.5 ആണ്. n എന്ന് പറയുന്നത് എത്ര അർദ്ധവൃത്തങ്ങൾ വേണം? ഏതാണ്? 13. ഓക്കെ ആണല്ലോ. ഇനി പൈ എന്ന് പറഞ്ഞാൽ 22/7 പറഞ്ഞിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 13 ഇൻറ്റു 13 + 1 14/2 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 22/7 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 0.5. 14ഉം 2ഉം 7ഉം കൂടെ വെട്ടിപ്പോകുന്നു. ഓക്കെ ആണല്ലോ. പിന്നെ പോയിട്ട് 13 ഇൻറ്റു 22 ഇൻറ്റു ഈ 0.5നെ ഞാൻ അരയായതുകൊണ്ട് 1/2 എന്ന് എഴുതാം. ഈ 2ഉം 22 വെട്ടിപ്പോകുന്നു, 11 എന്ന് വരുന്നു. 13 ഗുണം 11 എന്നാൽ 143. ഓപ്ഷൻ എ എന്ന് ഒറ്റയടിക്ക് അവിടെ കിട്ടുകയായി. ഇതിന് ഒരു പ്രൂഫ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രൂഫ് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ. ഈ ചോദ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. ശരി, അപ്പം എല്ലാത്തിനും ഒരു മറുവശം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്തത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് നേടാൻ പറ്റും. ആർ എന്ന് പറയുന്നത് 18, റാറ്റ് എന്ന് പറയുന്നത് 39. അങ്ങനെയാണെങ്കിൽ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കഴിഞ്ഞ റിവിഷൻ ക്ലാസ് നിങ്ങളോട് പറയുകയുണ്ടായി, ഒരു ആൽഫബറ്റിനെ ഒരു സംഖ്യയുമായി കണക്ട് ചെയ്ത് വരുന്ന ചോദ്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ? ആൽഫബറ്റിനെ നമ്പറുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പൊസിഷൻ വെച്ച് നോക്കുക. 6 എന്നാൽ 18, എ എന്നാൽ 1, ടി എന്നാൽ എത്രാമതാണടാ? ടി എന്ന് പറഞ്ഞാൽ 20ാമത്തെ ആണ് അല്ലെ? ടി എന്ന് പറഞ്ഞാൽ 20ാമത്തെ ആണ്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 18 1 19 20 39 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ക്യാപ്പോ ഇത് 1 ആണെന്നറിയാം, ഇത് 3 ആണെന്നറിയാം. പി എന്ന് പറയുന്നത് എത്രയാണ്? 16ാമതാണ് വരുന്നത് അല്ലെ? അപ്പൊ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 16 1 17 3 20 എന്ന് വരുന്നു. ഓപ്ഷൻ സി 20 എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു അത്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. ഇവിടെ ഒരുപാട് പേരെ കുഴപ്പിച്ച ഒരു കാര്യമുണ്ട്. അനാവശ്യമായ ഇൻഫർമേഷൻ ജീവിതത്തിലാണെങ്കിലും കണക്കിലാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് കഴിഞ്ഞാൽ വള്ളിക്കെട്ടുകൾ വണ്ടി വിളിച്ചു വരുമെന്നുള്ളതിന് ഉദാഹരണമാണിത്. ഇവിടെ നിങ്ങൾ എയും ഇയും എമ്മും നിങ്ങൾ അങ്ങോട്ടൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ആ എയും ഇയും എമ്മും വെച്ച് ഒരു കണക്ഷൻ അവിടെ കിട്ടില്ല. എയിൽ നിന്ന് ഇയിലേക്ക് പോയ ഒരു ബന്ധവുമില്ല, ഇയിൽ നിന്ന് എമ്മിലേക്ക് എത്താൻ അതിന്റെ ഇടയിലുള്ള ഒരു സാധനങ്ങളും അങ്ങനെ ഒരു ബന്ധം നമുക്ക് പെട്ടെന്ന് തരുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? സംഖ്യകൾ നോക്കുക. 512, 216, 8 ഇതെല്ലാം നമുക്ക് പരിചയമുള്ള ഒരാളാണ്. കണ്ടോ, ഈ ഇടയായി ഏറ്റവും കൂടുതൽ PSC തൊടുന്നത് ക്യൂബുകളിലാണ്. 8 എന്നാൽ 2ന്റെ ക്യൂബ് അല്ലേടാ. 216 എന്നാൽ 6ന്റെ ക്യൂബ് അല്ലേടാ. 216 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6ന്റെ ക്യൂബ്. 512 എന്ന് പറഞ്ഞാൽ എത്രയാണടാ? 8ന്റെ ക്യൂബ് അല്ലേടാ. അപ്പം ഇവിടെ ക്യൂബായി കിടക്കുന്ന സംഖ്യകൾ ഏതാണുള്ളത്? നോക്കുക, 4ന്റെ ക്യൂബായ 64 ഇവിടെയുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ആ 64 ഇവിടെ വരേണ്ടത്. ഏത്? 4ന്റെ ക്യൂബ് എന്നുള്ളത്. കാരണം 36 6ന്റെ സ്ക്വയർ ആണ്, 32 ഒന്നുമല്ല, 36 വീണ്ടും 6ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ക്യൂബ് വരുന്നത് ഇത് മാത്രം. അപ്പൊ I 64. ഓപ്ഷൻ സി എന്നതായിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ നമ്മൾ I എന്ന് പറയുന്ന സാധനത്തിന് AEIM എന്തെങ്കിലും ബന്ധപ്പെട്ടത് കാണാൻ പറ്റുന്നുണ്ടോ? അതിലും എളുപ്പത്തിൽ നമുക്ക് ബന്ധം കാണാൻ പറ്റുന്നത് ഏതാണ്? ഈ പറയുന്ന സംഖ്യകളാണ്. അപ്പോൾ അതാണ് മാത്തമാറ്റിക്സിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ലോജിക്കലി ചിന്തിച്ച് കണക്ക് ഉപയോഗിച്ച ഉത്തരം ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതും പലർക്കും തെറ്റിപ്പോയ ഒരു ചോദ്യം തന്നെയായിരിക്കും റീസണിങ്ങിൽ നിന്നും. അതായത് 3ാമത്തെ റാങ്ക് മേക്കിംഗ് ചോദ്യം എന്ന് പറയാം. റാങ്ക് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട്, ചലഞ്ചിങ്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കുക,
30/9/2017 മുതൽ 5 വർഷം 5 മാസം 5 ദിവസം പൂർത്തിയാകുന്നത് ഏത് ഡേറ്റിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം വർഷക്കണക്കിൽ നിന്ന് തുടങ്ങാം. ദാ നോക്കുക, 2017 കൂടി 5 വർഷം കൂട്ടുമ്പോൾ എത്ര കിട്ടുമെടാ? 2022 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 2022. ഇനി നോക്കുക, ഈ 2022 ഏതാണടാ? 2022. ഓക്കെ ആണല്ലോ. ഇനി ഇതാ നോക്കുക, ഇനി ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. എന്താണ്? 2022 ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഏത് മാസമാണ് നോക്കിക്കേ? 9-ാം മാസം. വേറെ ഒന്നും മാറിയില്ല. 9-ാം മാസം 2022 5 വർഷം കഴിഞ്ഞപ്പോൾ 30/9/2022 നമ്മൾ എത്തുന്നു. ഇനി എന്താണ്? 5 മാസം കൂടണം അല്ലെ? ഇപ്പൊ നോക്കുക, 9 എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ആണ്. അപ്പൊ 5 മാസം കൂടുമ്പോ എത്രയായി? സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ, വീണ്ടും അടുത്ത വർഷമായി അല്ലെ? സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ. ഓക്കെ, പിന്നെ ജനുവരി, ഫെബ്രുവരി. ഓക്കെ ആണല്ലോ. സെപ്റ്റംബറിൽ നമ്മൾ നിൽക്കും. സെപ്റ്റംബറിനോട് കൂടെ സെപ്റ്റംബർ കഴിഞ്ഞ് 5 എന്ന് പറയുമ്പോൾ ഏതിലേക്ക് നമ്മൾ എത്തുന്നു? സെപ്റ്റംബർ കഴിഞ്ഞ് സെപ്റ്റംബർ 9-ാം മാസം എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഓക്കെ ആണല്ലോ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. 5 കൂട്ടുമ്പോൾ എന്താ? പിന്നെ സെപ്റ്റംബർ കഴിഞ്ഞുള്ള 5 1 2 3 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പം 3 വർഷം. അപ്പൊ ആ വർഷം അവിടെ തീരുന്നു. പിന്നെ അടുത്ത വർഷത്തിലേക്ക് കയറി. അതായത് എന്തായി? 2022 ഓട്ടോമാറ്റിക്കലി 2023 ആയി. അപ്പൊ സെപ്റ്റംബർ കഴിഞ്ഞ അഞ്ചാം മാസം എന്ന് പറയുന്നത് എന്താണ്? അടുത്ത വർഷത്തെ 2-ാമത്തെ മാസം, അതായത് ഫെബ്രുവരിയിലേക്ക് എത്തും. ഒക്കെയാണ്, അത് മനസ്സിലായി. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഈ ഫെബ്രുവരി 30 എന്ന് എഴുതരുത്. ഫെബ്രുവരി ആകെ 29 വരെ അങ്ങേറ്റം പോയേ വരുള്ളൂ. അപ്പൊ ഈ 2023 ഒരു അതിവർഷമാണോ? അല്ല. അപ്പൊ എന്താ ചെയ്യുള്ളൂ? ഈ ഫെബ്രുവരി മാസം തീരുന്ന 28ലേക്കാണ് അത് ചെല്ലുന്നത്. ഇവിടെയാണ് എല്ലാവരും തെറ്റിയത്. അതായത് 2 സ്ഥലങ്ങളാണ്. ഇതാ ഇവിടെ എല്ലാവരും ഒന്ന് വഴുതിപ്പോകും. ഈ 2022 2023 ആയി എന്ന് ഈ മാസം മാറുന്നതിൽ നിന്ന് അവിടെ പറയുന്നുണ്ട്. കാരണം 9-ാം മാസത്തിൽ നിൽക്കുന്നു. 5 കൂടാന്ന് പറയുമ്പോൾ 3 മാസം കൂടെ കഴിഞ്ഞാൽ ആ വർഷം തീർന്നു. പിന്നെ ജനുവരി, ഫെബ്രുവരിയിലെത്തി. ഓക്കെ ആണല്ലോ. ഫെബ്രുവരിയിൽ 30 ഉണ്ടോ? ഇല്ല. ഇവിടെ 30 എന്ന് എഴുതാൻ പറ്റില്ല. ഇവിടെ ഫെബ്രുവരി തീരുന്ന മാസം 28 എഴുതാൻ പറ്റുള്ളൂ. 28 കഴിഞ്ഞ് പിന്നെ എന്താണ്? അടുത്ത 5 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ മാർച്ച് 1, മാർച്ച് 2, മാർച്ച് 3, മാർച്ച് 4, മാർച്ച് 5ലേക്ക് വരും. അപ്പൊ ഫെബ്രുവരി എന്തായി? ഓട്ടോമാറ്റിക്കലി മാർച്ചായി. അതായത് 5/3/2023 എന്നിലേക്ക് നമ്മൾ എത്തും. ക്ലിയർ ആണല്ലോ. അപ്പൊ ദാ ഒരിക്കൽ കൂടി എങ്ങനെയാണ്? ദാ ശ്രദ്ധിച്ചോ, 2017 കൂടി 5 വർഷം കൂട്ടുമ്പോൾ 2022. ഇനി 9-ാം മാസമായ സെപ്റ്റംബറിനോട് കൂടി 5 കൂട്ടുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ജനുവരി വന്നപ്പോ തന്നെ അടുത്ത വർഷമായേ. അതായത് 2023ലേക്ക് നമുക്ക് കയറേണ്ട വന്നു. 5 മാസങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഏത് മാസത്തിലേക്ക് എത്തി? ഫെബ്രുവരി എത്തി. ഇനി അടുത്ത കാര്യം, നമ്മൾ 30/9 നിന്നാണ് തുടങ്ങിയത്. നമ്മൾ ഫെബ്രുവരിയിൽ എത്തി. ഫെബ്രുവരിയിൽ എന്തേ ഉള്ളൂ? ഈ 30 ദിവസങ്ങളില്ല. അത് അതിവർഷമാണോ നോക്കുക. 2023 അതിവർഷമാണോ? അല്ല. അപ്പൊ 28 ഫെബ്രുവരിയിൽ നമ്മൾ വന്ന് നിൽക്കുന്നു. അപ്പൊ അതാണ് എന്ത്? 5 മാസം കഴിയുമ്പോൾ നമ്മൾ എത്തുന്നത്. ഇനി 5 ദിവസം കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 5 വർഷം മുമ്പോട്ട് നീങ്ങി, 5 മാസം മുമ്പോട്ട് നീങ്ങി. ഇപ്പൊ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? 28 ഫെബ്രുവരി 2023 എത്തി. വീണ്ടും 5 ദിവസം മുമ്പോട്ട് ചാടണം. അതായത് മാർച്ച് 1, 2, 3, 4, 5. അപ്പൊ മാർച്ച് 5 നമ്മൾ എത്തും. 5/3/2023 എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ശരി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഈ ചോദ്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാം എപ്പോഴും നോക്കണമെന്ന് പറയും. കഴിഞ്ഞ റീസെന്റ് എക്സാം ആ ചോദ്യത്തിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മറ്റൊരു ചോദ്യം. ഒരു വാച്ചിന്റെ മിനിറ്റ് സൂചി 1.5 സെന്റിമീറ്റർ നീളമുണ്ട്. ഓക്കെ ആണല്ലോ. ഒരു വാച്ച് എന്റെ കയ്യിലുണ്ട്. ആ വാച്ചിന്റെ മിനിറ്റ് സൂചിക്ക് എത്ര നീളമുണ്ടടാ? 1.5 സെന്റിമീറ്റർ നീളമുണ്ട്. 30 മിനിറ്റിൽ അതിന്റെ അഗ്രം സഞ്ചരിച്ച ദൂരം കാണുക. അപ്പൊ നോക്കുക, 60 മിനിറ്റിൽ അല്ലെ, മിനിറ്റ് സൂചി 60 മിനിറ്റിൽ എന്താകും? ഒരു ഫുൾ കറങ്ങും അല്ലെ. അതായത് 360 ഡിഗ്രി കറങ്ങും. ഒരു ഫുൾ ഡിഗ്രി കറങ്ങും അല്ലെ. അതായത് പൂർണ്ണ
വൃത്തം എന്ന് കാണാൻ പറ്റും. പൂർണ്ണവൃത്തം. എല്ലാവരും ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ അല്പം ലോജിക്കലി ചിന്തിച്ച ഒരാൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. 60 മിനിറ്റിൽ ആ മുഴുവൻ വൃത്തം പൂർത്തീകരിക്കും. അതായത് എന്താ, ആ വൃത്ത പരിധി മുഴുവൻ കറങ്ങി വരും. അതായത് 2πr കറങ്ങി വരും. 2πr കറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റിലോ അതിന്റെ അർദ്ധവൃത്ത പരിധി എത്രയോ അത്രയും കറങ്ങും. അതായത് πr ആയിരിക്കും അത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുമ്പോൾ ഇതാണ് ആ ദൂരം എന്ന് പറയുന്നത് കേട്ടോ. ദൂരം എന്ന് പറയുന്നത് ഇതാണ് ആ ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എത്രയാണ് അപ്പൊ 30 മിനിറ്റിൽ എത്രയായിരിക്കും സഞ്ചരിക്കുക? 180 ഡിഗ്രി സഞ്ചരിക്കും. അതായത് ഈ വൃത്തത്തിന്റെ പകുതി ഏത് 6 സെന്റിമീറ്റർ നീളമുള്ള 6 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിന്റെ പകുതി ഭാഗം അത് സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ പൈ എന്ന് പറഞ്ഞാൽ 3.14 എടുക്കണമെന്ന് ചോദ്യത്തിൽ പറയുന്നു. ഇനി r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 ആണ്. രണ്ടും കൂടെ നമ്മൾ ചേർത്ത് ഗുണിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് കാണാം 314നെ 15 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 0.2 സ്ഥാനം, ഇവിടെ 0.1 സ്ഥാനം. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ 1 കഴിഞ്ഞ് 3 0. 314നെ 15 കൊണ്ട് ഗുണിക്കാം. എത്ര വരും? ഇവിടെ ഇങ്ങനെ കാണാം 3140. പിന്നെ അതിന്റെ പകുതി, അതായത് 3140 314 × 10 + 15 എന്ന് കാണാം. ഓക്കെ ആണല്ലോ? അപ്പൊ 3140 പിന്നെ എത്ര വരും? 314 × 5 എന്ന് വരുമ്പോൾ 0 ശിഷ്ടം 2 7 പിന്നെ 5 2 7 I 3 15 എന്ന് വരുന്നു. 0 7 4 11 ശിഷ്ടം 1 5 2 7 3 1 4. അപ്പൊ നോക്കുക 4 7 1 0 പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം 1 2 3. അതായത് 4.71 എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. ഓപ്ഷൻ ബി. ഇവിടെ വേറെ സെക്ടറിന്റെ ഫോർമുലയിലേക്ക് ഒന്നും പോകണ്ട. 60 മിനിറ്റിൽ, ഒരിക്കൽ കൂടി 60 മിനിറ്റിൽ എന്താണ് ഒരു ഫുൾ കറക്കം പൂർണ്ണവൃത്തം അത് സഞ്ചരിക്കും. 2πr സെന്റിമീറ്റർ അത് സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റിലോ അതിന്റെ നേർപകുതിയായിട്ടുള്ള πr. r എന്നത് റേഡിയസ് ആണെങ്കിൽ പൈ എന്നത് 3.4 ആണെങ്കിൽ അത് ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ 4.71 കിട്ടും. വേറെ ഒരു ഇക്വേഷനിലേക്ക് നിങ്ങൾ പോകണ്ട. സെക്ടറിന്റെ ഇക്വേഷനിലേക്ക് പോയ ഒരുപാട് ആളുകളെ എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ടവരെ. θ/360 × 2πr ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യം നമുക്കില്ല. നമുക്കിത് പെട്ടതാ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അവസാന ചോദ്യം. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണ്. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതുന്നു, മകൻ ഇവിടെ അച്ഛൻ. ഓക്കെ ആണല്ലോ? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണ്. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണ്. ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അച്ഛന്റെ വയസ്സ്, അപ്പൊ മകന്റെ വയസ്സിനെ x എന്നെടുത്താൽ അച്ഛന്റെ വയസ്സ് അതിന്റെ 5 ഇരട്ടി. 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 4 വർഷം പിന്നോട്ട്. അപ്പൊ മകന്റെ വയസ്സ് എത്ര കുറയും? 4 കുറയും. അച്ഛന്റെ വയസ്സ് എത്ര കുറയും? 4 കുറയും. ഓക്കെ ആണല്ലോ? 4 വർഷം മുമ്പ് എന്തായിരുന്നു അവസ്ഥ? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 9 ഇരട്ടി ആയിരുന്നു. അച്ഛന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 4 വർഷം മുമ്പുള്ള അച്ഛന്റെ വയസ്സ് മകന്റെ അപ്പോഴുള്ള വയസ്സിന്റെ 9 ഇരട്ടിയായിരുന്നു. 9 × x - 4 എന്നായിരുന്നു. എന്തെഴുതാൻ പറ്റും? ഇത് ഉള്ളിലേക്ക് ഗുണിച്ചാൽ 9x - 36. ഇതെന്ത് വരും? 5x - 4. ഈ 5xനെ ഇപ്പറയും -36നെ ഇപ്പറയും എടുത്താൽ ഇതെന്ത് വരും? 36 - 4 = 9x - 5x എന്ന് വരും. ഇതെത്ര വരുന്നതാ? 32 എന്ന് വരും. 9x നിന്നും 5x പോയാൽ 4x എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയാണ്? ഈ 4നെ ഇപ്പുറം എടുക്കുക. ഗുണിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പുറം വരുമ്പോൾ ഹരണമാകും. 32/4 8 എന്നാകും. മകന്റെ വയസ്സ് 8. ഇപ്പോഴത്തെ പ്രായമാണ്. അച്ഛന്റെ വയസ്സ് അപ്പൊ എന്തായിരിക്കും? 5 ഇരട്ടി ആയിരിക്കും. അതായത് 8 × 5 ആയിട്ടുള്ള 40. ഓപ്ഷൻ ഡി എന്ന് എഴുതാം. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് മറ്റൊരു ഉടായ്പ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാ നോക്കിക്കേ. മകന്റെ വയസ്സ് അച്ഛന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണ്. അപ്പൊ മകനായിരിക്കും കുറവും അച്ഛനായിരിക്കും കൂടുതൽ. ഇവിടെ നോക്കിക്കേ, 5ന്റെ 5 ഇരട്ടിയാണ് 25, 6ന്റെ 5 ഇരട്ടിയാണ് 30, 7ന്റെ 5 ഇരട്ടിയാണ് 35, 8ന്റെ 5 ഇരട്ടിയാണ് 40. അപ്പൊ അത് വില പോകില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. 4 വർഷം മുമ്പാണെങ്കിൽ ഈ 2 വയസ്സും എങ്ങനെയാകും? 4 വെച്ച് കുറയ്ക്കുക ഓരോന്നിനും, അല്ലേ? 5 25 എന്താകും? 4 വർഷം പിന്നോട്ട് പോകുക 21. 5 എന്താകും? 5 - 4 1. 30 എന്താകൂടാ? 30 എന്താകും? നോക്കിക്കേ. 30 എന്നത് 4 വർഷം പിന്നോട്ട് പോകുമ്പോൾ 26. 6 എന്നത് എന്താകും? 4 വർഷം പിന്നോട്ട് പോകുമ്പോൾ 2. 35 4 പിന്നോട്ട് പോകുമ്പോൾ 31. 7 4 പിന്നോട്ട് പോകുമ്പോൾ 3. 40 4 പിന്നോട്ട് പോകുമ്പോൾ
6, 8, 4 പിന്നോട്ട് പോകുമ്പോൾ 4. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 4 വർഷം മുമ്പുള്ള ഇവർ രണ്ടുപേരുടെയും വയസ്സിന്റെ ബന്ധം പറഞ്ഞിട്ടുണ്ട്. 4 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 9 ഇരട്ടി. അപ്പൊ ഈ ചെറുതിന്റെ 9 ഇരട്ടി ഏതാ നോക്കിയാൽ മതി. 1ന്റെ 9 ഇരട്ടി 21 ആണോ? അല്ല. അപ്പൊ ഇതല്ല നമ്മുടെ ഉത്തരം. 2ന്റെ 9 ഇരട്ടി എന്ന് പറയുന്നത് എത്രയാ? 18 ആണ്. 26 ആണോ? അല്ല. 3ന്റെ 9 ഇരട്ടി എത്രയാണ്? 27, 31 ആണോ? അല്ല. 4ന്റെ 9 ഇരട്ടി, 4ന്റെ 9 ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 36. അതേ 36 ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാ? വീണ്ടും ഓപ്ഷൻ ഡി എന്ന് പറയാ. അങ്ങനെ ഓപ്ഷൻ നോക്കിയും ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ ദാ നോക്കുക, നല്ല കിണ്ണം കാച്ചിയ ചോദ്യങ്ങളായിരുന്നു ഈ കഴിഞ്ഞ വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്. ഇനി യൂണിഫോം പോസ്റ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളോട് പ്രത്യേകം ഞാൻ പറയുന്നു, കണക്കല്ല പാട്, സമീപിക്കുന്ന രീതികളാണ് പാട്. ഷോർട്ട് കട്ടുകൾ മാറുന്ന ഒരു കാലം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയായി. കാരണം കേരള PSCക്ക് മനസ്സിലായി എല്ലാവരും ഷോർട്ട് കട്ട് പഠിച്ചു തുടങ്ങി എന്നുള്ളത്. അതുകൊണ്ട് അല്പം കോൺസെപ്റ്റിന്റെ ധാരണ കൂടി ഉണ്ടെങ്കിലേ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അടിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നിങ്ങൾക്ക് വരാൻ പോകുന്ന യൂണിഫോം പോസ്റ്റ് എക്സാമുകൾക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സൂപ്പർ നോട്ട്സിന്റെ ഓപ്പറേഷൻ കാക്കി ബാച്ച് ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും എൻ്റെ ഒരു മെന്റർ സപ്പോർട്ടോടു കൂടി നേടിയ ഒരാളുടെ ഗൈഡൻസ് ലഭിച്ചുകൊണ്ട് കൃത്യമായിട്ടും ഓരോ ദിവസവും മുമ്പോട്ട് നീങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജോബിൻ സാർ നയിക്കുന്ന ഗോൾഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ കക്കി എന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. 2 ബാച്ചിലേക്കും ജോയിൻ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തെ ഏറ്റവും മനോഹരമായിട്ട് നേടിയെടുക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് വിളിച്ചോ. അത് മാത്രമല്ല, നമ്മളുടെ മെന്റേഴ്സ് നിങ്ങളെ അടിപൊളിയായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആ സംശയങ്ങളെല്ലാം നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാം. മറക്കണ്ട, കൃത്യമായിട്ട് ലക്ഷ്യബോധമുള്ള ആളുകളെ അത് നേടിയിട്ടുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ജീവനായി കുറച്ച് നാളത്തേക്ക് നിങ്ങൾ മാറ്റിക്കോ. തീർച്ചയായും അത് നാളെ നിങ്ങളെ രക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പിന്റെ ലിങ്ക് ഉണ്ട്. അതിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആപ്പ് നേരെ ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന ഓപ്പറേഷൻ കാക്കി അല്ലെങ്കിൽ ഗോൾഡ് ബാച്ചിലേക്ക് ജോയിൻ ആവാൻ പറ്റും. പിന്നെ ഈ ക്ലാസ്സിന്റെ നോട്ട്സ് ഫ്രീ ആയിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പോയി അവിടെ നിന്ന് എടുത്താൽ മതി. കൃത്യമായിട്ടിരുന്ന് പഠിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തോട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.